ജോർജിനെ ആരോ ആക്രമിച്ചു എന്ന് പറഞ്ഞ CPM കെട്ടിയാടിയ ആ കള്ളനാടകത്തിന്റെ തിരക്കഥ പാതി വഴിയിൽ പൊളിഞ്ഞു വീണതോടെ ഇടതുപക്ഷം ആകെ നാണക്കേടിലായി. ആ നാണക്കേട് മറയ്ക്കാൻ അവർ കണ്ടെത്തിയ വഴി എന്താണെന്നറിയാമോ? പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പടം വെച്ച ഫ്ലെക്സ് അങ്ങ് വലിച്ചു കീറുക, കോൺഗ്രസ് നേതാക്കളുടെ വീടിന് ബോംബിടുക, ആക്രമിക്കുക തുടങ്ങിയ പരിപാടിയിലാണ് ഇപ്പോൾ CPM ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അടിക്ക് തിരിച്ചടി എന്ന ലൈനിൽ നിൽക്കുകയാണ് CPM. എന്നാൽ തിരിച്ചടിക്ക് തിരിച്ചടി എന്ന നിലപാട് തന്നെ തുടരാമെന്ന് കോൺഗ്രസും തീരുമാനിച്ചതോടെ CPMന്റെ ഉറക്കം നഷ്ടമായി കഴിഞ്ഞു. പക്ഷെ കോൺഗ്രസ് കൊടുത്ത തിരിച്ചടി അല്പം വെറൈറ്റിയാണ്. CPM ഫ്ലെക്സ് കീറിയപ്പോൾ കോൺഗ്രസുകാർ നേരെ പോയത് KSRTC സ്റ്റാൻഡിലേക്കാണ്. എന്തിനാണെന്നല്ലേ? പിണറായി സർക്കാരിന്റെ ലോകോത്തര ഭരണ നേട്ടങ്ങൾ വർണ്ണാഭമായിട്ട് ബസ്സുകളിൽ ഒട്ടിച്ച് നിരത്തി വെച്ചിട്ടുണ്ടല്ലോ, അതങ്ങ് പരിഷ്കരിക്കാൻ. പാവം KSRTC ബസ്സുകൾ ശമ്പളം കൊടുക്കാൻ കാശില്ലെങ്കിലും പരസ്യം ഒട്ടിക്കാൻ സർക്കാരിന് നല്ല ആവേശമാണെന്നത് അവർ പരസ്യമാക്കിയിട്ടുണ്ട്. ആ ആവേശം കോൺഗ്രസ് പ്രവർത്തകർ അങ്ങ് തീർത്തു കൊടുത്തു. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഇടതുപക്ഷം വ്യാപകമായിട്ട് കോൺഗ്രസിന്റെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചതോടെയാണ് അതിന് മറുപടി കൊടുക്കാൻ കോൺഗ്രസ് തന്നെ നേരിട്ട് ഇറങ്ങിയെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത്. KSRTC ബസ്സുകളിലെ സർക്കാരിന്റെ പെയ്ഡ് പരസ്യങ്ങളാണ് കോൺഗ്രസ് വലിച്ചു കീറിയെറിഞ്ഞത്. സംസ്ഥാനത്തെ വ്യാപകമായ ഇത്തരത്തിൽ കോൺഗ്രസ് തിരിച്ചടി തുടങ്ങിയതോടെ CPM ഒന്ന് അടങ്ങിയ മട്ടാണ് കാണുന്നത്. ഡിപ്പോകളിലെത്തിയും ഇത്തരം പരസ്യങ്ങൾ കീറിയെറിയുന്നുണ്ട്. സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ വ്യാപകമായിട്ട് KSRTC ബസ്സിൽ പതിപ്പിച്ചിരുന്നു. ഇവയാണ് കോൺഗ്രസ് പ്രവർത്തകർ നേരിട്ടെത്തി കീറിയെറിയുന്നത്. അവർ പറയുന്ന കാരണം ഒറ്റയൊന്ന് മാത്രമാണ്: ഇത്രയും ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പുതിയ യാത്രയുടെ ഫ്ലെക്സുകൾ ഒരു കാരണവുമില്ലാതെ CPMകാർ കീറിയെറിഞ്ഞു എന്നത്. സംസ്ഥാന വ്യാപകമായുള്ള ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സർക്കാരിന്റെ KSRTC ബസ്സിലെ പരസ്യങ്ങൾ വ്യാപകമായിട്ട് നശിപ്പിച്ചത്. കൊല്ലത്ത് കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിലാണ് പരസ്യങ്ങൾ ബസ്സിൽ നിന്നും വലിച്ചു കീറി പ്രതിഷേധം നടത്തിയത്. എന്തായാലും കോൺഗ്രസിന്റെ ഈ ബസ് കീറൽ പരിപാടി CPMന്റെ ഉറക്കം കെടുത്തിയിട്ടുണ്ട്. കാരണം ഒട്ടിച്ചതൊക്കെ സർക്കാർ ചെലവിലാണ്, പക്ഷെ കീർന്നത് പ്രവർത്തകരുടെ ആവേശത്തിലുമാണ്. എങ്ങനെയാണ് ഒരു ബസ്സിനെ സെക്കൻഡുകൾ കൊണ്ട് ഭരണ നേട്ടങ്ങൾ ഇല്ലാത്ത ബസ്സാക്കി മാറ്റുന്നത് എന്ന് ബിന്ദു കൃഷ്ണ കാണിച്ചു തരുന്നുണ്ട്. ചുരുക്കത്തിൽ കേരളത്തിലെ രാഷ്ട്രീയം ഇപ്പോൾ കവലകളിലെ ഫ്ലെക്സ് ബോർഡുകളിലും KSRTC ബസ്സുകളിലും ഒതുങ്ങിപ്പോവുകയാണ്. വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നേരമില്ലാത്തവർ പശമുക്കി ഒട്ടിച്ച കടലാസുകൾ കൊണ്ട് യുദ്ധം ചെയ്യുകയാണ്. ഈ കീറിപ്പറഞ്ഞ വിപ്ലവം എവിടെ അവസാനിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നമുക്ക് എന്തായാലും ആ ദൃശ്യങ്ങൾ കൂടി ചേർക്കുന്നു, അതും കാണാം. അടിച്ചമർത്താൻ കഴിവില്ലെങ്കിൽ പോലീസ് ഞങ്ങളുടെ നേരെ പോരിന് വന്നാൽ എവിടെ പോയി CPM? കള്ളി കള്ളി വീണ ജോർജ്, പെടലി പെടലി വീണ ജോർജ്, ഇല്ല കഥയുടെ പേര് പറഞ്ഞ് ഞങ്ങളുടെ നേരെ പോരിന് വന്നു. DYFI ഗുണ്ടകളെ വാടാ വാടാ പോരിന് വാടോ, പോരിന് വാടാ ഗുണ്ടകളെ. കടലി മന്ത്രി തുളയട്ടെ, ഇത് നാണക്കേട്, കേരള നാടിന്റെ അപമാനം. വീണ എന്നൊരു പെരുങ്കല്ലേ, വീണ എന്നൊരു പെരുങ്കല്ലേ, കേരള നാടിന്റെ അപമാനം. ഇല്ലാത്തവയുടെ പേര് പറഞ്ഞ് ഏതവരാണ് തല്ലണ്ടേ, ഇല്ല കഥയുടെ പേര് പറഞ്ഞ്, ഇല്ല കഥയുടെ പേര് പറഞ്ഞ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മന്ത്രിക്ക് ആശുപത്രിയിൽ മരുന്നെത്തിക്കാൻ കഴിവില്ല. മന്ത്രിക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തുന്നവർക്ക് മതിയായ ചികിത്സ കൊടുക്കാൻ കഴിവില്ല. പ്രസവിക്കാൻ വരുന്നവരെ വയറ്റിൽ കത്രിക വെച്ച് തുന്നിക്കെട്ടി വിടും. കൈക്ക് സുഖമില്ലാതെ ആശുപത്രി ചെന്നാൽ കണ്ണ് ചൂഴ്ന്നെടുക്കും. വിരലിന് ചികിത്സിക്കാൻ ചെന്നാല് ആ കാല് മുറിച്ചു മാറ്റും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ സംരക്ഷിക്കുന്ന കേരളത്തിന്റെ മന്ത്രി വീണ ജോർജ് കേരളീയ പൊതുസമൂഹത്തിന് അപമാനമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത്രയ്ക്ക് കഴിവുകെട്ട ഒന്നിനും കൊള്ളാത്തൊരു മന്ത്രി പക്ഷേ ഇന്നലെ ഞങ്ങളുടെ 4-5 ചുണക്കുട്ടന്മാരായ KSUക്കാരുടെ മുന്നിൽ
മുഖം നഷ്ടപ്പെട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. പ്രതിഷേധം എന്ന് വിളിച്ച വീണ ജോർജിന്റെ കഴുത്തൊടുക്കും. എന്താ പ്രശ്നം? വീണ ജോർജ് പ്രതിഷേധത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? വീണ ജോർജ് ചിന്താവാദം വിളിച്ചിട്ടുണ്ടോ? വീണ ജോർജ് ജനങ്ങളെ അടുത്ത് കണ്ടിട്ടുണ്ടോ? AC റൂമിൽ ഇരുന്ന് നാട്ടുകാരെ വിചാരണ ചെയ്തുകൊണ്ടിരുന്ന ആളിനെ പിടിച്ച് മന്ത്രിയാക്കി ഇങ്ങനെ ഇരിക്കും. എന്നിട്ടോ അവര് 5 ചെറുപ്പക്കാർ പ്രതിഷേധം ആരോഗ്യ രംഗത്ത് ICUവിലാക്കിയ മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KSUവിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അതുലിന്റെ നേതൃത്വത്തിൽ 5 ചെറുപ്പക്കാർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് പ്രതിഷേധം മന്ത്രി രാജിവെക്കാന്ന് പറഞ്ഞ ഉടനെ ആ ചെറുപ്പക്കാർ ഒരു മുദ്രാവാക്യം വിളിച്ച ഉടനെ 10-30 പോലീസുകാര് ചാടി വീണ പിള്ളേരെ പിടിച്ചു. പിള്ളേരെ പിടിക്കുന്നതിനിടയിൽ പിന്നെ കാണുന്ന കാഴ്ച കേരളത്തിലെ മുഖ്യധാര ദൃശ്യ മാധ്യമങ്ങൾ നമ്മളെ കാണിച്ച കാഴ്ച തെരുവ് ഗുണ്ടേ പോലെ മന്ത്രി ചാടി വീഴിയ പിള്ളേരുടെ നേർക്ക് ആക്രോശിച്ചുകൊണ്ട്. ആരാ ചാടി വീണത്? തെറ്റരുത്, പിള്ളേരല്ല, ദേശീയക്കാരല്ല. വീണ ജോർജ് എന്ന് പറയുന്ന കേരളം കണ്ടിട്ടുള്ള ഏറ്റവും കഴിവുകെട്ട മന്ത്രി, ആ മന്ത്രി കൊച്ചമ്മയാണ് പിള്ളേരെ ആക്രമിക്കാൻ ചെന്നത്. തെരുവ് ഗുണ്ടേ പോലെയാണ് മന്ത്രി കൊച്ചമ്മ പെരുമാറുന്നത്. നമ്മൾ കണ്ടത് മന്ത്രിപദത്തിൽ ഇരിക്കാൻ യോഗ്യതയില്ലാത്ത ആളുകളെ പിടിച്ച്, ഒന്നിനും കൊള്ളാത്ത ആളുകളെ പിടിച്ച് പിണറായി ടീം ഉണ്ടാക്കി വെച്ചിരിക്കുക നാട് മുടിപ്പിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഒരു പ്രശ്നവുമില്ല. വന്ദേ ഭാരത് ട്രെയിനിൽ കാണാൻ സീഫുഡ് ക്ലാസ്സിലാണ് മറ്റോ കയറാനാ അവരടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു പോകുന്ന കാഴ്ച എല്ലാ ദൃശ്യമാധ്യമങ്ങളും കാണിച്ചു. അതിനുശേഷം സ്പീക്കർ ഷംസീർ, ഞാൻ സഭാനാഥനാണ്, സഭയിൽ അംഗത്തെ എനിക്ക് സംരക്ഷിക്കണം. ഇങ്ങനെയാണോ സഖാവെ സംരക്ഷിക്കുന്നത്? പിള്ളേർ അയലത്തൂടെ പോയില്ല. എന്നിട്ട് മന്ത്രി കൊച്ചമ്മ പറയുക എന്റെ കഴുത്തിന് പിടിച്ച് തിരിച്ചു. ഈ പറഞ്ഞ പോലെ കഴുത്തിന് പിടിച്ച് തിരിച്ചില്ലെങ്കിൽ കഴുത്തി പിടിച്ച് മിനിസ്റ്ററെ പോകല്ലേ എന്ന് പറഞ്ഞ പാവാണ് ആള്. എത്തിരി പെശകാന്ന് ഇപ്പൊ പറഞ്ഞു. ആ പോലീസുകാരി പിടിച്ചു നിർത്തിയ തള്ളുകല്ല. അവര് തള്ളിയ പിന്നെ അവരെ പണി തീരും. പിടിച്ചു നിർത്തി. 2-3 വനിതാ പോലീസ് പിടിച്ചാൽ കിട്ടുമോ ആ സ്ത്രീയെ? അവരെ കിട്ടിയില്ല. എന്നിട്ട് ഒരു എന്റെ കൈക്ക് മുറിവുണ്ട്. ആ കൈയുടെ മുറിവ് നേരത്തെ ഉള്ളതാ. ഇനി ഏത് വഴിക്ക് ഉണ്ടായെന്ന് എനിക്ക് അറിഞ്ഞൂല. എന്തായാലും വട്ടച്ചോറിയാന്നൊക്കെ ആളുകൾ പറയുന്നത്. എന്തായാലും ഒരു കാര്യം, ICU കയറ്റി ആ അമ്മച്ചിയെ ICU കയറ്റിയിട്ട് പറയുക മെഡിക്കൽ ബുള്ളറ്റിൽ പ്രത്യേകം വീണ ജോർജ് കഞ്ഞി കുടിച്ചു, വീണ ജോർജ് കണ്ണു തീർന്നു, വീണ ജോർജ് നെയ്റോസ് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതും കണ്ടുകൊണ്ട് കുറെ SFIക്കാര് കൊല്ലത്ത് വന്ന് തെരുവില് ഞങ്ങളുടെ പുതുയുഗ യാത്രാ നായകൻ ശ്രീ VD സതീശൻ വരുന്നതുമായി ബന്ധപ്പെട്ട പ്രചാരണ ബോർഡുകൾ തകർത്തിരിക്കുക. കൊല്ലത്തെ പോലീസിന്റെ പണി എന്താ? രാമേശ്വരത്തെ പണിയാണോ? കൊല്ലത്തെ പോലീസ് നോക്കി നിൽക്കുക. SFI കുഞ്ഞാടുകൾക്ക് സുരക്ഷ ഒരുക്കിക്കൊണ്ട് ഇവിടെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. പക്ഷേ ഇവിടെ ഇന്ന് രാവിലെ SFIയുടെ ക്രിമിനലുകൾ അഴിഞ്ഞാടുമ്പോ കാക്കിയിട്ട് നോക്കി നിൽക്കുക കൊല്ലത്തെ പോലീസ്. കൊല്ലം SN ലോ കോളേജിൽ കയറി 30ഓളം SFI ഗുണ്ടകള് തോജിൻ രാജ് എന്ന് പറയുന്ന ഒരു കുട്ടിയെ അതിക്രൂരമായി ആക്രമിച്ചു. ഇതുവരെ നടപടി എടുത്തോ പോലീസെ? നിങ്ങൾ എന്തിന് കാക്കിയിട്ട് നിൽക്കുന്നു? ക്രിമിനലുകളെ പിടിച്ചില്ലെങ്കിൽ അതാ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി SIയെ തല്ലി നിങ്ങൾ കണ്ടില്ലേ? ഈ കൊല്ലത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ചിലപ്പോ SFIയെ തല്ലുമ്പോഴും നിങ്ങൾ ഇങ്ങനെ കൈ കെട്ടി നോക്കിയിരിക്കേണ്ടി വരും. ഈ ക്രിമിനലുകളെ ഇങ്ങനെ വാഴാൻ അനുവദിച്ചാല്. ഇന്നലെ ഒരു വനിതാ നേതാവ് ചിന്താ ജെറോം മുദ്രാവാക്യം വിളിക്കുന്ന കേട്ട് ദൈവമേ കേരളം ഞെട്ടിപ്പോയില്ലേ? അസഭ്യ മുദ്രാവാക്യം വിളിക്കുന്ന, അസഭ്യം തെരുവിൽ വിളിച്ചു പറയുന്ന DYFIക്കാര്, ആക്രമണം അഴിച്ചുവിടുന്ന SFIക്കാര്, പിണറായി ഭരണത്തിന്റെ തണലിൽ നിങ്ങൾ കാണിക്കുന്ന ഓരോ അക്രമ പ്രവർത്തനങ്ങൾക്കും ഈ നാട് എണ്ണി മറുപടി ചോദിക്കും. കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ അതിന് മറുപടി ചോദിക്കാൻ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ കൗണ്ട് ഡൗൺ. തീർച്ചയായും ഈ അക്രമികളെ നിലയ്ക്ക് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ ഈ പ്രതിഷേധം ഞങ്ങൾ നടത്തുന്നത്. ഇപ്പൊ KSRTC ബസ്സിലോട്ട് നോക്കാൻ പറ്റത്തില്ല. സകല ബസ്സിലൊന്നും പരസ്യം വെക്കരുന്ന നിയമം. ഞാൻ അടക്കമുള്ള ഈ നാട്ടിലെ സാധാരണക്കാരുടെ പണം ചെലവഴിച്ചുകൊണ്ട് സകല KSRTC ബസ്സുകളിലും പിണറായി വിജയന്റെ ഫോട്ടോ എന്ത് ചെയ്തിട്ടാ? നാട്ടുകാരെ ഞെക്കിക്കൊല്ലാൻ നിന്നിട്ട്, നാട്ടുകാരെ കഷ്ടപ്പെടുത്തിയിട്ട്, ദുരിതക്കയത്തിലേക്ക് തള്ളിവിട്ടിട്ട് കോടിക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിനടുത്ത് പരസ്യപ്പെടുത്തുന്നു. എന്തായാലും മന്ത്രി വീണ ജോർജ് നാടിന് അപമാനമാണ്.
മന്ത്രി വീണ് പിള്ളേർ അയലത്തൂടെ പോലും പോയില്ല. ഉടനെ ആ സ്ത്രീ പറയാ, എന്നെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ പറയും എന്നെ നുള്ളി പിച്ചി എന്നൊക്കെ പറയുന്നതൊക്കെ എന്റെ കഴുത്തി പിടിച്ച് ചിരിച്ചു. ആരാ? ആ 4 പിള്ളേരെ 30 പോലീസുകാരാ പിടിച്ച് വലിച്ചഴിച്ചോണ്ട് 7 അയലത്തൂരിലെത്താൻ പറ്റിയില്ല. പക്ഷെ ഒരു കാര്യം സത്യ, 5-6 വനിതാ പോലീസ് തലക്കുത്തി എന്നിട്ട് വീണ ജോർജിനെ പിടിക്കാൻ പറ്റിയില്ല. കാരണം തുള്ളിച്ചാടി പെൺകുണ്ടയെ പോലെ പോവോ വീണ ജോർജ്. ഈ മന്ത്രി നാടിന് അപമാനമാണ്. ഞങ്ങളുടെ കൊച്ചുകുട്ടികളെ കള്ളക്കേസിൽ കുടുക്കിയ കണ്ണൂർ പോലീസിന്റെ കിരാത നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൊല്ലത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷം ഏറ്റവും ശാന്തമാണ്. കൊല്ലത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്ന ഡിവൈഎഫ്ഐയുടെ ക്രിമിനലോട്, എസ്എഫ്ഐയുടെ ക്രിമിനലോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരു കവിളത്തടിച്ചാൽ കൊള്ളണമെന്ന് മഹാത്മജി പറഞ്ഞിട്ടുണ്ട്. 2ാമത്തെ കവിളത്തടിച്ചാലും കൊള്ളണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയും അടിച്ചാൽ എന്ത് ചെയ്യണമെന്ന് മഹാത്മജി പറഞ്ഞിട്ടില്ല. ഒരു കാര്യം, കോൺഗ്രസ് പഴയ കോൺഗ്രസ് അല്ല. കല്ല് വാങ്ങിച്ച് കരഞ്ഞ് വീട്ടിൽ പോകാൻ ഞങ്ങളെ കിട്ടില്ല. തിരിച്ചടിക്കും കത്തായം. ഞങ്ങളുടെ ഒരു ഫ്ലെക്സ് കീറിയാൽ CPM-കാരുടെ 2 ഫ്ലെക്സ് കീറും. കാരണം പോലീസ് ന്യായം തരികയാണ്, ഞങ്ങൾ കീറാൻ പോകില്ല. പക്ഷെ പോലീസ് ഞങ്ങൾക്ക് നീതി തരാൻ തയ്യാറല്ലെങ്കിൽ നീതി ഞങ്ങൾ ചോദിച്ചു വാങ്ങുക തന്നെ ചെയ്യും. പേടിച്ച് കടകൾ കയറി ഒളിക്കാനൊന്നും കൊല്ലത്തെ കോൺഗ്രസുകാരെ കാണത്തില്ല. ജോജിൻ രാജിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ആ SFI ഗുണ്ടകൾക്കെതിരെ കർശന നടപടിയെടുക്കരുത്. നിങ്ങളുടെ ആരുടെ ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട. ഈ രാജ്യത്തെ നിയമം, ഈ രാജ്യത്തെ ഭരണഘടന, അതനുസരിച്ച് പോലീസ് പെരുമാറണം. പോലീസിന്, കേരളത്തിലെ പോലീസിന് പിണറായി വിജയന്റെ വീട്ടിൽ നിന്നോ ഭാര്യ വീട്ടിൽ നിന്നോ അല്ല ശമ്പളം തരുന്നത്. ഞാൻ അടക്കമുള്ള സാധാരണക്കാരുടെ നികുതി പണം കൊണ്ടാണ്. പോലീസ് നിയമത്തോട് പ്രതിബദ്ധതയുള്ളതായിരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി വീണ ജോർജ് എന്ന് പറയുന്ന, അല്ല ചേട്ടാ, നാണം കെട്ട അഭിനയല്ലേ ഒരു കാഴ്ചവെച്ചത്? നാണക്കേടല്ലേ ഈ മന്ത്രി? കേരളത്തിന് നാണക്കേടായ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരിക്കൽ കൂടി കൊല്ലത്ത് SFI നടത്തിയ തേർവാഴ്ചയ്ക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന ഈ പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു.